പത്തനംതിട്ട പീഡനക്കേസിൽ നേരിട്ട് ഇടപെട്ട ദേശീയ പട്ടികജാതി കമ്മീഷൻ ഡിജിപിയും ചീഫ് സെക്രട്ടറിയും നൽകിയ റിപ്പോർട്ട് പരിശോധിക്കാൻ കമ്മീഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം നാളെ പത്തനംതിട്ടയിലെത്തും. പെൺകുട്ടിക്ക് 8.5 ലക്ഷം ധനസഹായം നൽകിയെന്ന് കേരള സർക്കാർ കമ്മീഷനെ അറിയിച്ചെന്നും കമ്മീഷൻ അംഗം വടേപ്പള്ളി രാമചന്ദ്രൻ ന്യൂസ് മലയാളത്തോട്. പെൺകുട്ടിക്ക് പോലീസ് സുരക്ഷ നൽകാത്തതിൽ കമ്മീഷൻ അതൃപ്തി. ഡയറക്ടർ റിപ്പോർട്ട് ലഭിച്ചാൽ പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിടുമെന്നും കമ്മീഷൻ. अभी फ्लाइट में है कमिटी. अभी वो हमारा डायरेक्टर और रिसर्च ऑफिसर और कंसल्टेंट भी वो अभी फ्लाइट में है. कल फुल इंक्वायरी फिजिकल इंक्वायरी करके वापस आएगा. ओके. वो लड़की की 8,50,000 रुपीस दिया और एससी/एसटी केस लगाया, फोक्स केस लगाया और पूरा बहुतों का वो स्टेट गवर्नमेंट का काम स्टेट गवर्नमेंट कर रहे हैं. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്ത്, നാളെ ആരൊക്കെയാണ് കേരളത്തിലേക്ക് ഇത് സംബന്ധിച്ച് പരിശോധനയ്ക്കായി എത്തുന്നത്? ഒപ്പം കമ്മീഷൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശ്യാംലി, കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടും വളരെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ഇടപെട്ടത്. ഇത്രയും വലിയൊരു പട്ടികജാതി പെൺകുട്ടിയെ ഇത്രയും അധികം പേർ റാപ്പ് ചെയ്തിട്ട് ആ രീതിയിലെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ DGPയും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി എന്നുള്ള റിപ്പോർട്ടുകൾ ശരിയാണോ എന്ന കാര്യം പരിശോധിക്കാനാണ് ആദ്യമായിട്ടൊരു ഫാക്ട് ഫൈൻഡിങ് ടീമിനെ അയക്കുന്നു എന്നതാണ് ഇതിൽ പ്രത്യേകത. ഈ ടീം അത് ഡയറക്ടറാണ്, പട്ടികജാതി കമ്മീഷൻ്റെ ഡയറക്ടർ നേതൃത്വത്തിലുള്ള 3-അംഗ ടീമാണ്. അതിൽ ഇൻവെസ്റ്റിഗേറ്ററുണ്ട്, അതിലൊരു ഡയറക്ടറുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട്. ഇവർ 3 പേരുമാണ് നാളെ പത്തനംതിട്ട ജില്ലയിലെത്തുന്നത്. പത്തനംതിട്ടയിലെത്തുകയും പത്തനംതിട്ടയിൽ പെൺകുട്ടിയുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം 13-നാണ് ഇത് സംബന്ധിച്ച സോമോട്ടോ കേസ് പട്ടികജാതി കമ്മീഷൻ എടുത്തത്. അതിന് റിപ്പോർട്ട് തേടുകയായിരുന്നു. ആ റിപ്പോർട്ടിലാണ് DGPയും ചീഫ് സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുന്നത്. 50 പേരെ അറസ്റ്റ് ചെയ്തു. 8.5 ലക്ഷം രൂപ പെൺകുട്ടിക്ക് ധനസഹായം നൽകി. ഈ ധനസഹായം നൽകിയെ സംബന്ധിച്ച് ധനസഹായം നൽകി, വൈദ്യസഹായം നൽകി, കാര്യങ്ങൾ നൽകി, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കപ്പെട്ടോ അല്ലെങ്കിൽ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നും പെൺകുട്ടിയോട് നേരിട്ട് തന്നെ അന്വേഷിക്കാനാണ് പട്ടികജാതി കമ്മീഷൻ്റെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, അതായത് ജുഡീഷ്യൽ പവറുള്ള ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഡയറക്ടർ തന്നെ നേരിട്ട് പത്തനംതിട്ടയിൽ നാളെ എത്തുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് ഇത് സംബന്ധിച്ച പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാനും ഡയറക്ടറോട് പട്ടികജാതി കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടികജാതി കമ്മീഷൻ അംഗം നമ്മളോട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം തന്നെ പോലീസ് സംരക്ഷണം അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ പട്ടികജാതി കമ്മീഷൻ ഉത്തരവിടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്രയും പേർ അല്ലെങ്കിൽ ഒരു സാധുവായ ഒരു പെൺകുട്ടിയെ 60 ലൈംഗിക ചൂഷണം ചെയ്തിട്ട് ആ പെൺകുട്ടിക്ക് ഇതുവരെ പോലീസ് സംരക്ഷണം നൽകിയില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ അതൃപ്തിയുണ്ട് എന്നാണ് പട്ടികജാതി കമ്മീഷൻ അംഗം രാമചന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. ഇദ്ദേഹം ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാളെ വൈകിട്ട് 4 മണിയോടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പട്ടികജാതി കമ്മീഷൻ്റെ പ്രത്യേക ജുഡീഷ്യൽ അധികാരം ഉപയോഗിച്ച് പെൺകുട്ടിക്ക് സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കാൻ വേണ്ടി നിർദ്ദേശം DGPക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും 8.5 ലക്ഷം രൂപ പെൺകുട്ടിക്ക് ധനസഹായമായി സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി, കൗൺസിലിംഗ് അല്ലെങ്കിൽ മാനസികാവസ്ഥ ഇത് സംബന്ധിച്ച പൂർണ്ണ റിപ്പോർട്ടുകൾ ഇതുവരെ നൽകിയിട്ടില്ല. ഇതും കൂടി ഫാക്ട് ഫൈൻഡിങ്സിങ് ഫിസിക്കലി, അതായത് എന്തൊക്കെയാണ് DGPയും ചീഫ് സെക്രട്ടറിയും നൽകിയ റിപ്പോർട്ടിലുള്ളത്, അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫാക്ട് ഫൈൻഡിങ് ടീം, അത് ഡയറക്ടറെ നേതൃത്വത്തിലുള്ള ടീം തന്നെ നാളെ കേരളത്തിലും പത്തനംതിട്ടയിൽ എത്തുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടാണ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. കാരണം ഒരു ദളിത് പെൺകുട്ടിയെ 14 വയസ്സ് മുതൽ 60 പേരോളം പീഡിപ്പിച്ചു. എന്നാൽ കമ്മീഷൻ്റെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആളുകളുണ്ടോ? ആരാണ് പീഡിപ്പിച്ചത്? എന്താണ് കേസിൻ്റെ വിശദവിവരങ്ങൾ? ഇതിലെ കോച്ചിൻ്റെ പങ്കെന്ത്? ഇങ്ങനെ നിരവധി കാരണങ്ങൾ, നിരവധി ചോദ്യങ്ങൾ കമ്മീഷൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഇക്കാര്യത്തിൽ കമ്മീഷന് വളരെ വലിയ ഒരു പ്രശ്നവും കൊണ്ടുണ്ട്. കമ്മീഷൻ കേരളത്തിലുണ്ടായ സമയത്ത് പോലും കമ്മീഷന് മുമ്പിൽ ഇത്തരമൊരു കേസിനെ സംബന്ധിച്ച കേരളത്തിലെ പോലീസ് അധികാരികൾ അറിയിപ്പ് നൽകിയില്ല. ചീഫ് സെക്രട്ടറിയായും DGP ആയിട്ടും ഈ മാസം കമ്മീഷൻ ചർച്ച നടത്തിയിരുന്നു കേരളത്തിൽ. എന്നാലും ഇക്കാര്യത്തെ സംബന്ധിച്ച് യാതൊരു റിപ്പോർട്ടും അല്ലെ യാതൊരു കാര്യങ്ങളും ജില്ലാ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്നാണ് കഴിഞ്ഞ ജനുവരി 13 കമ്മീഷൻ സോമോട്ടോ കേസെടുക്കുന്നത്. അതിനുള്ള മറുപടിയാണ് DGP. പീഡനക്കേസിൽ നേരിട്ട് ഇടപെട്ട ദേശീയ പട്ടികജാതി കമ്മീഷൻ DGPയും ചീഫ് സെക്രട്ടറിയും നൽകിയ റിപ്പോർട്ട് പരിശോധിക്കാൻ കമ്മീഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം നാളെ പത്തനംതിട്ടയിലെത്തും. ശരത് ലാൽ വിവരങ്ങൾ നൽകിയത്.